അടുത്ത് ജനൻ പ്രത്യക്ഷപ്പെട്ട ഭക്തിയുടെ പരക്കൊണ്ടിയിൽ വെല്ലുവിളികളുടെ മറുനാട് നവതം ചെയ്ത വേണ്ടി ശ്രീ ശാർക്കര ദേവിയുടെ 8 വഴിപാടുകളിലൊന്നായ ഗരുഡൻ തൂക്കം ഇതാ സമാരംഭിച്ചിരിക്കുകയാണ്. ഈ തൂക്കവില് വലിക്കുന്നവർക്ക് 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് അനുഭവപ്പെടുന്ന ഈ വേളയിൽ കാപ്പികൾ, മിഠായികൾ, പഴങ്ങൾ, ബിസ്ക്കറ്റുകൾ എന്നിവ നേർച്ചയായി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് സ്വമേധയാ വാങ്ങി നൽകുവാൻ അറിയിക്കുകയാണ്. തൂക്കം നമ്പർ 2 വഴിപാട് സമർപ്പണം. തൂക്കം നമ്പർ 1 വഴിപാട് സമർപ്പണം. അഞ്ചിത ശേഖർ, കിഴക്ക് വീഴ പണ്ടകശാല. തൂക്കവൃതക്കാരൻ ഗിരി. ഇത് ജ്ഞാനപ്രകാശിനിയുടെ ഏറ്റവും ഇഷ്ട വഴിപാടായ പിള്ളത്തൂക്കം. അടുത്തതായി നടക്കാൻ പോകുന്ന തൂക്കം നമ്പർ 2 വഴിപാട് സമർപ്പണം. സിജിത് എസ് പുത്തൻപിള്ള വീട്, തെന്നൂർക്കോട്. തൂക്കമില്ലേറുന്നത് അനിൽകുമാർ. ഇതും മഹാമായയുടെ 8 വഴിപാടുകളിലൊന്നായ പിള്ളത്തൂക്കം. നാം മന്ത്രധ്വനികൾക്കുമേ അനുഗ്രഹ തൂമണം ചെരിഞ്ഞുകൊണ്ട് വിളിച്ചാൽ വെളിപ്പുറത്തിനുമപ്പുറം അനുഗ്രഹത്തിന്റെ കനകധാര ചെരിയുന്ന അമ്മ മഹാമായ ഉയരാൻ നിന്ന് മുറവിനെ കൊണ്ട് നടക്കുന്ന സത്യങ്ങളിൽ പരനീരിന്റെ പവിത്രത നിറയ്ക്കുന്ന പുണ്യശ്രീകോവിലായ ശ്രീ ശാർക്കര അമ്മയുടെ തിരുമണ്ണിൽ നാമമന്ത്രധ്വനികൾക്ക് മേൽ അനുഗ്രഹ തൂമണം ചെരിഞ്ഞുകൊണ്ട് ഈ വർഷത്തെ ഒരു പ്രത്യേക അറിയിപ്പ്. ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്തുള്ള ശീവേലി പാതയിൽ തൂക്കവില്ല് കയറാതിരിക്കുവാൻ തൂക്കവില്ല് വലിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ്. അപകടങ്ങൾ ഒഴിവാക്കുകയാണ്. ഇപ്പോൾ നടക്കാൻ പോകുന്ന തൂക്കം നമ്പർ 2 വഴിപാട് സമർപ്പണം. പുത്തൻപിളകളുടെ തെന്നൂർക്കോട്. തൂക്കവില്ല് ഇറങ്ങുന്നത് ശ്രീ അനിൽകുമാർ. ഇതും ജ്ഞാനപ്രകാശിനിയുടെ ശക്തിസ്വരൂപിണിയുടെ 8 വഴിപാടുകളിലൊന്നായ പിള്ളത്തൂക്കം. തൂക്കവില്ല് വലിച്ചുകൊണ്ട് വരുന്ന ഭക്തജനങ്ങളുടെ ആ ഭാഗത്ത്